കൃപാവരാവസ്ഥയിലല്ലാതെ പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വൈദികൻ ബലിയർപ്പിച്ചാൽ ആ ബലി സാധുവാകുമോ? എല്ലാ വിശ്വാസികളുടെയും സംശയത്തിന് കാരണമായ ഒരു ചോദ്യമാണിത്. കുർബാന അർപ്പിക്കുന്ന വൈദികൻ പാപാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സാധുതയുണ്ടോ? വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുമോ? ഇതിനെക്കുറിച്ച് തിരുസഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ത്രന്തോസ് സൂനോഹദോസ് ആണ് ഇതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നത്. അതനുസരിച്ച് വൈദികന്റെ ജീവിത വിശുദ്ധി എന്നതിനേക്കാൾ ക്രിസ്തുവാണ് വൈദികനിലൂടെ പ്രവർത്തിക്കുന്നത്. സഭ പറയുന്ന പ്രിൻസിപ്പിൾ എക്സ് ഓപ്പരെ ഓപ്പരാത്തോ എന്നുള്ള ലത്തീൻ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് കുർബാനയുടെ കർമ്മത്താൽ തന്നെയാണ് വിശുദ്ധ കുർബാനയാകുന്ന ആ രഹസ്യം പൂർത്തിയാകുന്നത്. വൈദികൻ പാപാവസ്ഥയിലാണെങ്കിലും വൈദികനിൽ യോഗ്യതയില്ലെങ്കിലും കൃത്യമായ സഭാ നിയമം അനുസരിച്ചുള്ള ക്രമം പിന്തുടർന്നുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ ആ വിശുദ്ധ കുർബാന വാലിഡാണ്. അതിൽ ഈശോയുടെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നു. എന്നാൽ വൈദികൻ പാപാവസ്ഥയിലായതുകൊണ്ട് ആ വൈദികന് ലഭിക്കുന്ന കൃപാവരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ വൈദികന്റെ പാപാവസ്ഥ സമൂഹത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിലൂടെ സമൂഹത്തിന് ലഭിക്കേണ്ട എല്ലാ പ്രസാദവരങ്ങളും ദൈവകൃപകളും യാതൊരു കുറവുമില്ലാതെ അവർക്ക് ലഭിക്കുന്നു.